Welcome back to OP 10.0 second year syllabus decoding of MA Economics. ഇപ്പോൾ ഫസ്റ്റ് ഇയറിലെ സിലബസ് ഡീകോഡിംഗ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വലിയൊരു സെഷൻ ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെഷനിൽ നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് നിങ്ങളുടെ സിലബസിനകത്തുള്ള പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു സെഷനിൽ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് ഈ ഒരു സെഷന് വേണ്ടിയിട്ട് നിങ്ങളെ അഡ്രസ് ചെയ്ത് സംസാരിക്കാനായിട്ട് നിങ്ങളുടെ വെണ്ടർ ഷെറിൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോമേഴ്സിലെ മെന്റർ ആയിട്ടുള്ള സ്നേഹ മാമും ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഐ വെൽക്കം ഓൾ ഓഫ് യു ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. ഓക്കെ, അപ്പോ നമുക്ക് ഇനി ഡയറക്ട്ലി സെഷനിലേക്ക് പോവാം. സോ ഐ ഇൻവൈറ്റ് ഷെറിൻ ടു ഹാൻഡ് ഓവർ ദി സെഷൻ. So once again, welcome all second year syllabus decoding. Okay, അപ്പൊ നമുക്ക് സിലബസ് മാപ്പിംഗിലോട്ടേക്ക് കിടക്കാം. MA എക്കണോമിക്സ് സെക്കൻഡ് ഇയറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് ആണ് താഴെ ടാബിൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവൈലബിലിറ്റി കോളത്തിനകത്ത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു, ഫുള്ളി അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ ലേൺവേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ എല്ലാ മെറ്റീരിയൽസും ഇൻക്ലൂഡിങ് ലൈവ് സെഷൻ ക്ലാസ്, സ്റ്റഡി ക്ലാസ്, അങ്ങനെ എല്ലാ ക്ലാസ്സസും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസും കാര്യങ്ങളും നമുക്ക് ഫുള്ളി പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ട്. ഓക്കെ, താഴെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഓൺലി എന്ന് പറഞ്ഞിട്ട് കോളം കാണാം. അവിടെ മെറ്റീരിയൽസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ബാക്കി ക്ലാസ്സും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ഹാൻഡിൽ ചെയ്യണം. നമ്മുടെ സെൽഫ് റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, സോ നമുക്ക് ഏതൊക്കെ കോഴ്സ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് MEC 106 പബ്ലിക് എക്കോണമിക്സ്. ഓക്കെ, ഫുള്ളി അവൈലബിൾ കോഴ്സ് ആണ്. സെക്കൻഡ് MEC 107 ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. Third, MEC 110 Money, Financial Institutions and Markets. Fourth, MECE 101 Introductory Econometric Methods. Next, MECE 102 Advanced Econometric Methods. Next, MCS 226 Data Science, Big Data. Next, MCS 224 Artificial Intelligence and Machine Learning. Next, MGSE 009 Gender Issues in Work, Employment and Productivity. Next, MGG 011 Geographical Information System Part 1. Next, MECE 104 Economics, Environment and Social Sector. Next, MECE 103 Actuarial Economics. Next, MGPE 6 Gandhi's Economic Thoughts. Next one, MWGO11 Women in Economy. Next, project work ആണ്. പ്രൊജക്റ്റിനുള്ള പേപ്പേഴ്സ് ആണ്. MECP 102 Project Work Part 1. Next, MECP 101 Project Work Part 2. ഇനി തേർഡ് സെമസ്റ്ററിൽ നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ട കോർ കോഴ്സസിന്റെ ഡീറ്റെയിലിംഗ് ആണ്. MEC 106 Public Economics. Next, MEC 107 International Trade and Development. Lastly, MEC 110 Money, Financial Institutions and Markets. Total 20 credits ആണുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഫോർത്ത് സെമസ്റ്ററിൽ നമുക്ക് 4 സെക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സബ്ജക്റ്റ്. A സെക്ഷൻ, B സെക്ഷൻ, C ആൻഡ് D. ഈ 4 കാറ്റഗറിക്കകത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു സെക്ഷൻ മാത്രം നമ്മൾ ചൂസ് ചെയ്താൽ മതി. സപ്പോസ് ഇപ്പൊ നമ്മൾ A സെക്ഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ A സെക്ഷൻ ഗ്രൂപ്പിന് അണ്ടറിലുള്ള കോഴ്സസ് മാത്രം നമുക്ക് എക്സാം എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ പഠിച്ചാൽ മതി. ഓക്കെ, അതുപോലെ B സെക്ഷനും B സെക്ഷൻ അണ്ടറിലും ഡിഫറെന്റ് കോഴ്സസ് ഉണ്ട്, C സെക്ഷൻ ആൻഡ് D ആസ് വെൽ. ഓക്കെ, സോ അതിൽ നമുക്ക് A ഗ്രൂപ്പിനകത്ത് ഉള്ള ഏതൊക്കെ കോഴ്സസ് ആണെന്ന് നോക്കാം. A ഗ്രൂപ്പിനകത്ത് ഫസ്റ്റ് MECE 101 Introductory Econometric Methods. Next, MECE 102 Advanced Econometric Methods. Next, MCS 226 Data Science and Big Data. From MCA, sorry. Next, MCS 224 Artificial Intelligence and Machine Learning. Next, MGG 011 Geographical Information System, അഥവാ GIS. Then ഒരു പ്രൊജക്ട് വർക്ക് ഉണ്ട്, MECP 212 പ്രൊജക്ട് വർക്ക് പാർട്ട് 2. ഓക്കെ, ഇത്രയുമാണ് സെക്ഷൻ എക്കകത്തുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ സെക്ഷൻ എ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും കോഴ്സസ് നമുക്ക് അതിനണ്ടറിൽ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് B സെക്ഷൻ ആണ്. B സെക്ഷനിൽ സ്പെഷ്യലൈസേഷൻ ഇൻ എനർജി ആൻഡ് എൻവയോൺമെന്റൽ എക്കോണമിക്സ് ആണ്. ഇതിന്റെ അണ്ടറിലുള്ള കോഴ്സസ് നോക്കാം. MECE 101 Introductory
econometric methods. MECE 102 advanced econometric methods. Next MECE 104 economics of environment and social sector. Next one MECP 201 project work. Okay, ഒരു project paper ആണത്. ഇതിനും total 20 credits ആണുള്ളത്. Next C section. ഇത് C group specialized in insurance and finances ആണ്. Okay, courses MECE 101 introductory econometric methods, MECE 102 advanced econometric methods, MECE 103 actuarial economics, and lastly ഒരു project പേപ്പറും കൂടെ ഉണ്ട്. അതിന്റെ കോഴ്സ് കോഡ് MECP 201 project work. Okay, next D സെക്ഷനിലുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. Okay, yeah, ലാസ്റ്റ് സെഷൻ ആണ്. D സെഷൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ പോളിസി ആണ്. Okay, courses അണ്ടറിൽ വരുന്നത് MECE 101 introductory econometric methods, MGPE 6 Gandhi's economic thoughts, MWG 111 women in economy. Next MGSE 009 gender issues in work, employment and productivity. Last ഒരു project paper ഉണ്ട് MECP 202. It's a project paper. Next MGGL 004 geospatial analysis. Okay, അപ്പൊ ഇത്രയാണ് 4 കാറ്റഗറി അല്ലെങ്കിൽ 4 ഗ്രൂപ്പ് ആക്കി തിരിച്ചിട്ടുള്ളത്. നമ്മുടെ ഫോർത്ത് സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ചൂസ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ ബി അല്ലെങ്കിൽ സി, എ ഓർ ബി. ഓക്കെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ തേർഡ് സെമസ്റ്ററിലുള്ള അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിനകത്തുള്ള മുഴുവൻ പേപ്പറിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്കുള്ളത് MEC 106 പബ്ലിക് എക്കോണമിക്സ് ആണ്. ഇതിൽ നമുക്ക് ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് പരിചയപ്പെടാം. ബ്ലോക്ക് 1 ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് പബ്ലിക് എക്കോണമിക്സ് ആണ്. ഇതിൽ നമുക്ക് ഈ 3 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 1 വെൽഫെയർ ഫൗണ്ടേഷൻ ഓഫ് എക്കോണമിക് പോളിസീസ്, യൂണിറ്റ് 2 മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് എക്കോണമിക് ഫെയിലിയർ, യൂണിറ്റ് 3 ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ് വെൽഫെയർ എക്കോണമിക്സ്, അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ഫങ്ഷൻസ്, അതിന്റെ എഫിഷ്യൻസി, അതുപോലെ മാർക്കറ്റ് ഫെയിലിയർ. എല്ലാ മാർക്കറ്റിനും ഒരേ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ലോങ് റണ്ണിൽ പ്രോഫിറ്റോട് കൂടി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, സോ തന്നെ മാർക്കറ്റ് ഫെയിലിയർ, അതിന്റെ ഡെഫിനിഷൻസും, അതുപോലെ തന്നെ ചില സമയത്ത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ അത്യാവശ്യമായിട്ട് വരും. അപ്പൊ ചില സമയത്ത് എല്ലായ്പ്പോഴും അത് എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യില്ല, ഇൻഎഫിഷ്യൻസി കാണും. അതാണ് മാർക്കറ്റ് ഫെയിലിയറും അതുപോലെ ഗവൺമെന്റ് ഫെയിലിയറും. പിന്നെ ഇക്വിറ്റി എന്താണ്, ജസ്റ്റിസ് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് അതൊക്കെ എങ്ങനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ടാക്സേഷനും എക്സ്പെൻഡിച്ചറും, ഇതൊക്കെയാണ് ഈ ഹോൾ ബ്ലോക്കിനകത്തുള്ളത്. ഓക്കെ, സെക്കൻഡ് ബ്ലോക്കില് പബ്ലിക് ഗുഡ്സ് ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്. ഇതിൽ 3 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. തിയറി ഓഫ് പബ്ലിക് ഗുഡ്സ്, എക്സ്റ്റേണാലിറ്റീസ് ആൻഡ് സൊല്യൂഷൻസ്, ലോക്കൽ ആൻഡ് ഗ്ലോബൽ പബ്ലിക് ഗുഡ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പബ്ലിക് ഗുഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യും, അതുപോലെ തന്നെ ലോക്കൽ ഗുഡ്സും പിന്നെ ഇന്റർനാഷണൽ ഗുഡ്സും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്, അതിന്റെ സൊല്യൂഷൻസ്, ഓക്കെ, പ്രോപ്പർട്ടി റൈറ്റ്സ്, റെഗുലേഷൻസ്, അതൊക്കെയാണ് നെക്സ്റ്റ് യൂണിറ്റിൽ. ആൻഡ് ലാസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ലോക്കൽ ആൻഡ് പബ്ലിക് ഗുഡ്സ്, ഇന്റർനാഷണൽ ഗുഡ്സ് ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് തരും. ഏതൊക്കെയാണ് അതിന്റെ പ്രൊവിഷൻസ്, എന്താണ് ഇന്റർനാഷണൽ കോപ്പറേഷൻ, എങ്ങനെയാണ് അതിന്റെ കോംപ്ലക്സിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 3 കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇതിൽ നമുക്ക് 3 യൂണിറ്റ്സ് ആണുള്ളത്. തിയറി ഓഫ് സോഷ്യൽ ചോയ്സ്, പബ്ലിക് ചോയ്സ് തിയറി ആൻഡ് മെക്കാനിസം ഡിസൈൻ. ഓക്കെ, അപ്പം ഇതിനകത്തും ഇൻഡിവിജ്വൽ പ്രിഫറൻസസും അവരുടെ കളക്റ്റീവ് ഡിസിഷൻസും, അതുപോലെ എക്കോണമിക് ടൂൾസ്, പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ്, പിന്നെ ഇൻഡിവിജ്വൽ ലെവലിലുള്ള അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലുള്ള റൂൾസും കാര്യങ്ങളും സെൽഫ് ഇൻട്രസ്റ്റും ഒക്കെയാണ് ഈ ഒരു ഹോൾ ബ്ലോക്കിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഫോർത്ത് ബ്ലോക്കിൽ എക്കോണമിക്സ് ഓഫ് പബ്ലിക് റവന്യൂ ആണ്. ഇതിൽ 3 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. യൂണിറ്റ് 10 ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്, യൂണിറ്റ് 11 ഒപ്റ്റിമൽ ടാക്സേഷൻ, യൂണിറ്റ് 12 നോൺ ടാക്സ് റവന്യൂ. ഓക്കെ, എന്താണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ ടാക്സ് സിസ്റ്റം, ഇതിന്റെ പ്രിൻസിപ്പിൾസ് അതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു, അതിലുള്ള എഫിഷ്യൻസി, ഇക്വിറ്റി. പിന്നെ ടാക്സ് റവന്യൂ മാത്രമല്ല നമ്മുടെ ഒരു എക്കോണമിക്ക് അകത്തുള്ളത് നോൺ ടാക്സ് റവന്യൂസ് ഉണ്ട്, ഫീസ് ആയിട്ട്, പെനാൽറ്റീസ് ആയിട്ട്, ഓൺടർപ്രൈസ് ഒക്കെ ആയിട്ട്, ഗ്രാൻസ് ഒക്കെ ആയിട്ട്. അതൊക്കെയാണ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ബ്ലോക്കിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ,
നെക്സ്റ്റ് ബ്ലോക്ക് 5. ഇതിനകത്ത് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഡെപ്റ്റ് ആൻഡ് ഡെഫിസിറ്റ് 3 യൂണിറ്റ്സ് ആണുള്ളത്. തിയറി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, പാറ്റേൺസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ, ഡെഫിസിറ്റ് ആൻഡ് ഡെപ്റ്റ്. അപ്പം ഇതിൽ റവന്യൂ ഡെഫിസിറ്റ് എന്താണ്, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണ്, നമ്മുടെ പബ്ലിക് ഡെപ്റ്റ് എന്താണ്, ഗവൺമെന്റിന് എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഗ്രോത്ത്, സെക്ടറൽ അലൊക്കേഷൻ ഓഫ് ഗവൺമെന്റ് സ്പെൻഡിങ്, പിന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ തിയറി, അതിന്റെ റിവ്യൂസ്, ഓക്കെ, സം തിയറീസ് റിലേറ്റഡ് വിത്ത് ഗവൺമെന്റ് സ്പെൻഡിങ്, ഇതൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിനകത്തുള്ളത്. നെക്സ്റ്റ് ബ്ലോക്ക് 6 എക്കോണമിക്സ് ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് റെഗുലേഷൻ. 2 യൂണിറ്റ്സ് ആണുള്ളത്. തിയറി ഓഫ് പബ്ലിക് സെക്ടർ പ്രൈസിങ്, അതുപോലെ തന്നെ തിയറി ഓഫ് റെഗുലേഷൻസ്. ഇതില് മോണോപ്പൊളീസിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു, യൂട്ടിലിറ്റീസ്, മാർക്കറ്റ്സ്, എക്സ്പ്ലോറിംഗ് മെത്തേഡ്സ്, പ്രൈസ് ക്യാപ്പ്, അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ പ്രൈസിങ്, അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള തിയറീസും ഓണ്ടർപ്രൈസസും, ഇക്വിറ്റി, ബാലൻസിങ്, എഫിഷ്യൻസി, കോസ്റ്റ് റിക്കവറീസ്, അങ്ങനത്തെ എക്കോണമിക് കോൺസെപ്റ്റ്സ് ആണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 7 ഫിസിക്കൽ ഫെഡറലിസം. ഓക്കെ, ഇതില് 3 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. തിയറി ഓഫ് മൾട്ടി ലെവൽ ഗവൺമെന്റ്, ഫിസിക്കൽ ഫെഡറലിസം ഇൻ ഇന്ത്യ, ആൻഡ് ലാസ്റ്റ്ലി ഡിസൈൻ ഓഫ് ഫിസിക്കൽ ട്രാൻസ്ഫേഴ്സ്. കുറച്ചും കൂടെ പോളിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ബ്ലോക്ക് ആണിത്. ഇതിൽ മൾട്ടി ലെവൽ ഗവൺമെന്റ് എന്തിനാണ് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇപ്പൊ ഇന്ത്യൻ സിനാരിയോ നോക്കുകയാണെങ്കിൽ സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ ഗവൺമെന്റ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തിനാണ് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ലെയേഴ്സ് ആക്കി വെച്ചിട്ടുള്ളത്, അത് ഉണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ ഫെഡറലിസത്തിന്റെ ഭാഗമായിട്ട് GST കൗൺസിൽ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, പിന്നെ ഫിസിക്കൽ ട്രാൻസ്ഫേഴ്സ്. സെൻട്രലിൽ നിന്ന് സ്റ്റേറ്റിലോട്ടേക്ക് എത്ര റവന്യൂ പോകുന്നു, അതുപോലെ സെൻട്രലിൽ നിന്ന് ലോക്കൽ ബോഡിയിലോട്ടേക്ക് എത്ര പോകുന്നു, ഗ്രാൻസ്, ഇക്വലൈസേഷൻ ഓഫ് ട്രാൻസ്ഫേഴ്സ്, അതുപോലെ ഗ്രാൻസ് ഒക്കെ എമംഗ് സ്റ്റേറ്റ്സ്, പിന്നെ സ്റ്റേറ്റ് ടു ലോക്കൽ ബോഡീസ് ഒക്കെ എങ്ങനെ പോകുന്നു, ഇതൊക്കെയാണ് ഈ എൻറ്റയർ ബ്ലോക്കിനകത്ത് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ബ്ലോക്ക് 8 പബ്ലിക് പോളിസി. ഇതിൽ 3 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ്, ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലൈസേഷൻ, അതുപോലെ തന്നെ പബ്ലിക് പോളിസി ഫോർ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ പോളിസി കോർഡിനേഷൻ. ഓക്കെ, ഇതിൽ നമ്മൾ ഫിസിക്കൽ ആൻഡ് മോണിറ്ററി ടൂൾസ് ഒക്കെ തന്നെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. പിന്നെ പോളിസീസ്, ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോളിസീസ് ഒക്കെ ഉണ്ട്. അതാണ് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിനകത്ത് പറയണത്. ഓക്കെ, പിന്നെ ഗ്ലോബൽ ചാലഞ്ചസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഓവറോൾ ഈ ഒരു പേപ്പർ പറയുന്നത് ഒരു കോംപ്രഹെൻസീവ് ഫ്രെയിംവർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഗവൺമെന്റ് ഫങ്ഷൻസ് ഇൻ എക്കോണമിക് ലൈഫ്. ഓക്കെ, എങ്ങനെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നു, അതിന്റെ എക്സ്പെൻഡിച്ചർ, അത് അലോക്കേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഫെയർനെസ്, സ്റ്റെബിലൈസിംഗ് ദ എക്കോണമി, അങ്ങനെ ഹോൾ ടോട്ടൽ കാര്യങ്ങളാണ് ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോഴ്സ് ആണ് MEC 107 ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ബ്ലോക്ക് 1 തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഇതിൽ നമുക്ക് 2 യൂണിറ്റ്സ് ആണുള്ളത്. ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡും, അതുപോലെ തന്നെ ഗെയിൻസ് ഫ്രം ട്രേഡ്. ഇതിൽ ഒബ്വിയസ്ലി പറയുന്നത് ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ തിയറീസ് പറയും, അതിന്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജസ്, കമ്പാരറ്റീവ് അഡ്വാൻറ്റേജസ്, അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ ട്രേഡ് ഇൻക്രീസ്, എങ്ങനെ ഹൗ ട്രേഡ് ഇൻക്രീസസ് എഫിഷ്യൻസി, അതുപോലെ തന്നെ അതിലെ സ്പെഷ്യലൈസേഷനും ഓവറോൾ വെൽഫെയർ കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിനകത്തുള്ളത്. ഓക്കെ, സെക്കൻഡ് ബ്ലോക്കിൽ നമുക്കുള്ളത് മോഡേൺ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആണ്. ഇതിൽ നമുക്ക് അഗെയിൻ 2 യൂണിറ്റ്സ് ആണുള്ളത്. ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡും, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻ ഓഫ് ട്രേഡും. എങ്ങനെയാണ് സിമിലർ ഗുഡ്സ് 2 കൺട്രീസിന് ഇടയ്ക്ക് എങ്ങനെ അത് ട്രേഡ് ചെയ്യുന്നു, ഓക്കെ, എക്കോണമിക് സ്കെയിലും അതിന്റെ പ്രൊഡക്ഷൻ ഡിഫറൻസിയേഷനും കാര്യങ്ങളൊക്കെയാണുള്ളത്. അതുപോലെ ടെക്നോളജിക്കൽ ഗ്യാപ്സും പ്രൊഡക്ട് സൈക്കിളും തിയറീസും ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 3 ഫ്രീ ട്രേഡ് വേഴ്സസ് പ്രൊട്ടക്ഷനിസം. ഓക്കെ, 2 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 5 പോളിസീസ് ഓഫ് പ്രൊട്ടക്ഷനിസം, യൂണിറ്റ് 6 ഇൻസ്ട്രുമെന്റ് ഓഫ് പ്രൊട്ടക്ഷനിസം. ഓക്കെ, സോ എന്താണ് പ്രൊട്ടക്ഷനിസം, അതിന്റെ പോളിസീസ് എന്തൊക്കെയാണ്, അതിന്റെ ഫോർ ആർഗ്യുമെന്റ്സ്, അഗെയിൻസ്റ്റ് ആർഗ്യുമെന്റ്സ്, അതെങ്ങനെ ഫ്രീ ട്രേഡിനെ ബാധിക്കുന്നു, ഓക്കെ, പിന്നെ ടാരിഫ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു, ക്വാട്ടാസ്, സബ്സിഡീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിനകത്തുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബ്ലോക്ക് 4. ബ്ലോക്ക് 4 നമുക്ക് ബ്ലോക്ക് 4 എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്. We have 4 units in this block. Unit 7 exchange rate regimes. Unit 8 components of balance of payment. Unit 9 impossible trinity and alternative scenarios. Unit 10 approaches to balance of payment. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്? നമ്മുടെ റെസിഡന്റ് കൺട്രി മറ്റ് അതർ നേഷൻസ് ആയിട്ട് നടത്തുന്ന ബിസിനസ് ആൻഡ് ട്രാൻസാക്ഷൻ ആണ് ആക്ച്വലി എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്.
ഇതിൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഫ്ലെക്സിബിൾ, ഫ്ലോട്ടിംഗ്, ഓക്കെ, മാനേജ്ഡ് ഫ്ലോട്ടിംഗ്, ഫിക്സ്ഡ് റേറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അതുപോലെ തന്നെ ട്രിലമ എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ എക്കോണമിക്സിലുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബ്ലോക്ക് 5 ഇന്റർനാഷണൽ ഫിനാൻസ് ആണ്. 2 യൂണിറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. ഒന്ന് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്, യൂണിറ്റ് 12 ഫിനാൻഷ്യൽ ആൻഡ് കറൻസി ക്രൈസിസ്. ഓക്കെ, ഇതില് ഡെറിവേറ്റ്സും അതുപോലെ തന്നെ യൂറോ ഡോളർ മാർക്കറ്റ്സ്, ഇന്റർനാഷണൽ ബോണ്ട്സും കാര്യങ്ങളും, പിന്നെ കോൺസിക്വൻസ് ഓഫ് കോസസ്, ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ കോൺസിക്വൻസും ക്രൈസിസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ബ്ലോക്ക് 6 ഗ്ലോബലൈസേഷൻ. ഓക്കെ, 3 യൂണിറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. മൾട്ടിലാറ്ററൽ ട്രേഡിംഗ് സിസ്റ്റം, റീജിയണൽ ട്രേഡ് അഗ്രിമെന്റ് ആൻഡ് യൂണിറ്റ് 15 ഇന്ത്യ ആൻഡ് മൾട്ടിലാറ്ററൽ ട്രേഡിംഗ് സിസ്റ്റം. ഓക്കെ, ഇതില് ഗ്ലോബലൈസേഷൻ ആണ് എങ്ങനെ ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ ഒരു റെസിഡന്റ് എക്കോണമി അതർ നേഷനുമായിട്ട് ട്രേഡ് നടത്തുന്നു. ഇതുപോലെ WTOയുടെ റോൾ എന്താണ് ഇതിനകത്ത്, EU പോലത്തെ, ASEAN, സാർക്ക് പോലത്തെ നേഷൻസിന്റെ ഒക്കെ റോൾ എന്താണ്, പിന്നെ ഇന്ത്യയും മൾട്ടിലാറ്ററൽ ട്രേഡിംഗ് സിസ്റ്റം WTO ആയിട്ട്, അതുപോലെ തന്നെ ബാക്കി അതർ ഇന്റർനാഷണൽ ബോഡീസ് ആയിട്ട് ഇന്ത്യയുടെ ട്രേഡിങ്ങും ബിസിനസ്സും ഒക്കെയാണ് ഈ ഒരു ബ്ലോക്കിനകത്തുള്ളത്. പിന്നെ ബ്ലോക്ക് 7 ട്രേഡ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. 2 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 16 ഡിബേറ്റ് ഓൺ ദ ട്രേഡ് ആൻഡ് ഗ്രോത്ത് നെക്സസ്. യൂണിറ്റ് 17 ട്രേഡ് ആൻഡ് എൻവയോൺമെന്റ്. ഇതില് ഗ്ലോബലൈസേഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്താണ്, അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി, പിന്നെ ഗ്രീൻ ട്രേഡ് പോളിസീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഗ്രോത്ത്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സും ഡിപ്പെൻഡൻസി തിയറീസും ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ബ്ലോക്ക് 8 ഇന്ത്യസ് ഫോറിൻ ട്രേഡ് പോളിസി ആൻഡ് ചാലഞ്ചസ് ആണ്. 2 യൂണിറ്റ്സ് ആണുള്ളത്. ഇന്ത്യസ് ട്രേഡ് പോളിസി, യൂണിറ്റ് 19 ഇന്ത്യസ് ട്രേഡ് ട്രെൻഡ്, കമ്പോസിഷൻ ആൻഡ് ചാലഞ്ചസ് ആണ്. അപ്പം ഒബിയസ്ലി ഇന്ത്യയുടെ ട്രേഡ് പോളിസി എന്തൊക്കെയാണ്, മേജർ റിഫോംസ് എന്തൊക്കെ വന്നു, കറണ്ട് പോളിസീസ് എന്തൊക്കെയാണ്, ഫോറിൻ ട്രേഡ് പോളിസി എന്താണ്, അതിന് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെ നമ്മുടെ സെക്ടറൽ വൈസ് സ്ട്രെങ്ത്, ഗ്ലോബൽ കോമ്പറ്റീഷൻ ഒക്കെ. അപ്പം ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ ഓവറോൾ ഇൻസൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് ഐഡിയ, തിയറീസ് ഓഫ് ട്രേഡ്, ഇന്റർനാഷണൽ ട്രേഡും അതുപോലെ തന്നെ ഗ്ലോബലൈസേഷന്റെ ചാലഞ്ചസും ഇന്റർനാഷണൽ ഫിനാൻസും നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻസ് എമംഗ് ദിസ് നേഷൻസ്, ഇതൊക്കെയാണ് ഈ ഒരു പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പേപ്പർ ആണ് MEC 110 മണി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റ്. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ബ്ലോക്ക് ഫിനാൻഷ്യൽ സിസ്റ്റം ഓവർവ്യൂ. 3 യൂണിറ്റ്സ് ആണ് ഇതിലുള്ളത്. എക്കോണമിക് ഏജന്റ്, ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ, ബേസിക് ബിസിനസ് അക്കൗണ്ടിങ്. അപ്പൊ ഇതിൽ എക്കോണമിക് ഏജൻസ് ആയിട്ട് ഹൗസ് ഹോൾഡ്, ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്, നമ്മൾ, ഓക്കെ, അതുപോലെ ഫേംസ്, ഗവൺമെന്റ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചാനൽസ് എന്തൊക്കെയാണ്, അതിന്റെ റിസ്ക്, റെഡ്യൂസിങ് റിസ്ക്, ലോവറിംഗ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെയാണ് എൻ്റയർ ബ്ലോക്കിനകത്തുള്ളത്. നെക്സ്റ്റ് ബ്ലോക്ക് 2 മണി. 3 യൂണിറ്റ്സ് ആണുള്ളത്. റോൾ ഓഫ് മണി ഇൻ മോഡേൺ എക്കോണമി, ഡിമാൻഡ് ഫോർ മണി, മണി സപ്ലൈ. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ് മണി, എക്കോണമിക് കൺസെപ്റ്റില്, എക്കോണമിക് ടേംസിൽ വാട്ട് ഈസ് മണി എന്ന്, അതുപോലെ അതിന്റെ സ്റ്റോർ വാല്യൂ എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ്, യൂണിറ്റ് ഓഫ് അക്കൗണ്ട്, പിന്നെ സം തിയറീസ് റിലേറ്റഡ് വിത്ത് മണി. ഇപ്പം ക്ലാസിക്കൽ, കൈനീഷ്യൻ, പോസ്റ്റ് കൈനീഷ്യൻ, അങ്ങനത്തെ തിയറീസ് ഉണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ, M1, M2, M3, M4 പോലത്തെ മണി മെഷേഴ്സ് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ബ്ലോക്ക് 3 മോണിറ്ററി പോളിസിയാണ്. 3 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 7 സെൻട്രൽ ബാങ്ക്, ഇറ്റ്സ് റോൾ ഇൻ മോണിറ്ററി പോളിസി. യൂണിറ്റ് 8 സെൻട്രൽ ബാങ്ക്, ഇറ്റ്സ് റോൾ ആസ് റെഗുലേറ്റർ ഓഫ് ദ ബാങ്കിങ് സിസ്റ്റം. യൂണിറ്റ് 9 മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ, ട്രാൻസ്മിഷൻ ആൻഡ് മെക്കാനിസം. അപ്പൊ എന്താണ് മോണിറ്ററി പോളിസി? സെൻട്രൽ ബാങ്ക് എടുക്കുന്ന പോളിസീസ് ആണ് മോണിറ്ററി പോളിസി എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യൻ സിനാരിയോയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പം അതിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട്, അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ കറൻസി സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സെൻട്രൽ ബാങ്ക് ചെയ്യുന്നു. സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് റിസോർട്ട് ഓഫ് അതർ ബാങ്ക്സ് ആണ്. അപ്പം അതിൽ CRR എന്താണ്, SLR എന്താണ്, അങ്ങനത്തെ ചില കൺസെപ്റ്റ് റിലേറ്റഡ് ടു ബാങ്കിങ്. ഓക്കെ, നെക്സ്റ്റ് 4th ബ്ലോക്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആണ്. ഇതിൽ 4 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 10 മണി മാർക്കറ്റ്സ്, യൂണിറ്റ് 11 ക്യാപിറ്റൽ മാർക്കറ്റ്സ്,
യൂണിറ്റ് 12 ബോണ്ട് മാർക്കറ്റ്സ് ആൻഡ് 13 ഡെറിവേറ്റ്സ്. അപ്പൊ എന്താണ് മണി മാർക്കറ്റ്സ്, ക്യാപിറ്റൽ മാർക്കറ്റ്സ്, ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്, ട്രഷറി ബിൽസ് എന്താണ്, ഇന്റർബാങ്ക് കോൾ മണി ഓപ്പറേഷൻസ് എന്താണ്, റെപ്പോ റേറ്റ്സ് എന്താണ്, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ് എന്താണ്, പിന്നെ ബോണ്ട്, ഡെറിവേറ്റീവ്സ് ഇതൊക്കെ എങ്ങനെയാണ്, ഇതിന്റെ റിസ്ക് മാനേജ്മെന്റ് എത്രത്തോളമാണ്, ഇതൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ബ്ലോക്ക് 5 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, 4 യൂണിറ്റ്സ് ആണ് ഈ ഒരു ബ്ലോക്ക് 5-നകത്തുള്ളത്. യൂണിറ്റ് 14 കൊമേഴ്ഷ്യൽ ബാങ്കിങ്, യൂണിറ്റ് 15 നോൺ ബാങ്ക് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ്, യൂണിറ്റ് 16 സെബി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സെബി. യൂണിറ്റ് 17 അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റെഗുലേഷൻസ്. സോ എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്കിങ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണ്, ഓക്കെ. അതുപോലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ പോളിസീസ് എന്തൊക്കെയാണ്, ഇൻഷുറൻസ് പോളിസി എങ്ങനെയാണ്, പെൻഷൻ ഫണ്ട് എന്താണ്, പിന്നെ സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്, അതെങ്ങനെയാണ് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, ഓക്കെ. ബോണ്ട്, ഐ മീൻ നമ്മുടെ സ്റ്റോക്ക്, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ബ്ലോക്കിനകത്തുള്ളത്. നെക്സ്റ്റ് ബ്ലോക്ക് 6 ഓപ്പറേഷണൽ ആസ്പെക്ട്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഓക്കെ, ഇതില് നമുക്ക് യൂണിറ്റ് 18 എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ ഫ്രണ്ടിയർ, യൂണിറ്റ് 19 ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിംഗ് മോഡൽ, യൂണിറ്റ് 20 ആർബിട്രേജ് പ്രൈസിംഗ് തിയറി ആൻഡ് യൂണിറ്റ് 21 പ്രൈസിംഗ് ഡെറിവേറ്റീവ്സ്, യൂണിറ്റ് 22 കോർപ്പറേറ്റ് ഫിനാൻസ്, 23 ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഒരു FDI എന്തൊക്കെയാണ്, അതിന്റെ റിസ്ക്, അതിന്റെ ബെനഫിറ്റ്, അതെങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൽ കോർപ്പറേറ്റ് ഫിനാൻസ് എന്താണ്, ഡെറിവേറ്റീവ്സ് എന്തൊക്കെയാണ്, പിന്നെ APT എന്താണ്, APT അതിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്, പിന്നെ CAPM എന്താണ്, ഓക്കെ, അതിന്റെ റിസ്കുകൾ എന്താ, അസറ്റ് പ്രൈസിങ് എന്താ, അതൊക്കെയാണ് ഈ ഹോൾ ബ്ലോക്കിനകത്ത് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 7 ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. യൂണിറ്റ് 24 മാക്രോ എക്കോണമിക്സ്, ഫിനാൻസ് ആൻഡ് ബിസിനസ് സൈക്കിൾ, യൂണിറ്റ് 25 എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ്, യൂണിറ്റ് 26 ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ്, യൂണിറ്റ് 27 നോൺ പെർഫോമിംഗ് അസറ്റ്സ്, യൂണിറ്റ് 28 ഫോറിൻ എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ്, യൂണിറ്റ് 29 ബിഹേവിയറൽ ഫിനാൻസസ്. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ളത് മാക്രോ എക്കോണമിക് ലെവലിലുള്ള എക്കോണമിക് കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. EMH എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും എഫക്ട്സും റെഗുലേറ്ററി ചാലഞ്ചസുകളും, പിന്നെ നോൺ പെർഫോമിംഗ് അസറ്റ് അതെങ്ങനെ ബാങ്കിന് ഇമ്പാക്ട് ചെയ്യുന്നു, അതിന്റെ ക്രെഡിറ്റ് ഗ്രോത്തിനെ ഇമ്പാക്ട് ചെയ്യുന്നു, അതൊക്കെ. പിന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടുകളും, പിന്നെ IBC അതുപോലെ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഈ ഒരു പേപ്പറിൽ ഇത്രയും ബ്ലോക്ക് ആൻഡ് യൂണിറ്റ്സ് ആണുള്ളത്. ഓവറോൾ നമുക്കൊരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു കോംപ്രഹെൻസീവ് മാപ്പാണ് ഈ ഒരു പേപ്പറിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി MECE 101 ഇൻട്രൊഡക്ടറി എക്കണോമെട്രിക് മെത്തേഡ്സ്. സോറി, ഓക്കെ. സോ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ആണ്. 3 യൂണിറ്റ്സ് ഉണ്ട് നമുക്ക്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക്സ്, യൂണിറ്റ് 2 റിവ്യൂ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫൗണ്ടേഷൻ ഓഫ് എക്കണോമെട്രിക്സ്, യൂണിറ്റ് 3 റിവ്യൂ ഓഫ് മാട്രിക്സ് അൽജിബ്ര. അപ്പൊ എക്കണോമെട്രിക്സിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്, ജസ്റ്റ് എന്താണ് എക്കണോമെട്രിക്സ് എന്ന് നമ്മൾ പരിചയപ്പെടുത്തും, അതിന്റെ സ്കോപ്പും ആപ്ലിക്കേഷൻസും. ഓക്കെ, പിന്നെ എക്കണോമെട്രിക്സിന്റെ റാൻഡം വേരിയബിൾസും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസും ഒക്കെ, പിന്നെ മാട്രിക്സ് കോൺസെപ്റ്റുകളും. ബ്ലോക്ക് 2 നമുക്ക് ക്ലാസിക്കൽ റിഗ്രഷൻ മോഡൽ ആണ്. 4 യൂണിറ്റ്സ് ആണുള്ളത്. എസ്റ്റിമേഷൻ ഓഫ് 2 വേരിയബിൾ റിഗ്രഷൻ മോഡൽ ഇൻ യൂണിറ്റ് 4, യൂണിറ്റ് 5 റെസിഡ്യൂവൽ അനാലിസിസ്, യൂണിറ്റ് 6 estimation of multiple regression model, unit 7 evaluation of multiple regression model. Okay, so അപ്പൊ ഇതിനകത്ത് OLS covers ordinary least squares, അതാണ് OLS. അതെന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്തൊക്കെയാണ്, അതുപോലെ റെസിഡ്യൂവൽ റിഗ്രഷന്റെ റോൾ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ പഠിക്കാനുള്ളത്. പിന്നെ എസ്റ്റിമേഷൻ ടെക്നിക്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ്, ടെസ്റ്റ്, ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ടെസ്റ്റുകളുണ്ട്. അപ്പൊ അതൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 3 വയലേഷൻസ് ഓഫ് ബേസിക് അസംഷൻസ് ആണ്. യൂണിറ്റ് 8 മോഡൽ സ്പെസിഫിക്കേഷൻ ഇഷ്യൂസ്, യൂണിറ്റ് 9 ഓട്ടോ കോറിലേഷൻ, യൂണിറ്റ് 10 മൾട്ടി കൊലിനിയാരിറ്റി, യൂണിറ്റ് 11 ഹെറ്ററോസെഡാസിറ്റി, യൂണിറ്റ് 12 ഇറേഴ്സ് ആൻഡ് വേരിയബിൾസ്, യൂണിറ്റ് 13 സ്റ്റോയ്ക്കാസ്റ്റിക് റിഗ്രസേഴ്സ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇറേഴ്സ് ലൈക്ക് ഒമിറ്റഡ് വേരിയബിൾസ്, ഇറലവന്റ് വേരിയബിൾസ് എന്തൊക്കെയാണ്, ഇൻകറക്റ്റ് കണക്ഷണൽ ഫോംസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കോറിലേഷൻ ഓഫ് റെസിഡ്യൂവൽ അക്രോസ് ഒബ്സർവേഷൻസ് ഇതെന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈ കോറിലേഷൻ എന്ന എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്,
ഓക്കെ, അതിന്റെ ഡിറ്റക്ഷനും ഹൗ ഇറ്റ് അഫക്ട് റിഗ്രഷൻ എസ്റ്റിമേഷൻസ്, ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു എൻഡർ ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 4 എക്സ്റ്റൻഷൻ ഓഫ് റിഗ്രഷൻ മോഡൽ. യൂണിറ്റ് 14 ക്വാളിറ്റേറ്റീവ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇൻ OLS മോഡൽ. യൂണിറ്റ് 15 ക്വാളിറ്റേറ്റീവ് ഡിപെൻഡന്റ് വേരിയബിൾസ് ഇൻ OLS മോഡൽസ്. യൂണിറ്റ് 16 ഇൻട്രൊഡക്ഷൻ ടു സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മോഡൽസ്. ഓക്കെ, അപ്പൊ ഇതില് ഡെമ്മി വേരിയബിൾസ് എന്തൊക്കെയാണെന്നാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, കാറ്റഗോറിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ജെൻഡർ, റിലീജിയൻ, പോളിസി, ഡെമ്മീസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡിപ്പെൻഡന്റ് വേരിയബിൾസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ലീനിയർ പ്രോബബിലിറ്റി മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്കസ് സിറ്റുവേഷൻ വേരിയബിൾസ് ആർ ജോയിന്റ്ലി ഡിറ്റർമൈൻഡ്. ഓക്കെ, എക്സാമ്പിൾ സപ്ലൈയും ഡിമാൻഡും ഒക്കെ ജോയിന്റ്ലി ഡിറ്റർമിൻ ആയിരിക്കുന്ന സിറ്റുവേഷൻസ്, അതിനെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലംസ്, എസ്റ്റിമേഷൻ ടെക്നിക്സ്, ബേസിക് ആപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് എൻ്റെ ബ്ലോക്കിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഈ ഒരു കോഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സ്കില്ലാണ്, കുറച്ചും കൂടെ തിയറി മാത്രമല്ല, തിയറിയോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ സ്കിൽസും അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും എസ്റ്റിമേഷനും എക്കണോമെട്രിക് മോഡൽസും ഒക്കെയാണ് ഈ ഒരു പേപ്പർ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് കോഴ്സ് MECE 102. ഓക്കെ, അഡ്വാൻസ്ഡ് എക്കണോമെട്രിക് മെത്തേഡ്. ബ്ലോക്ക് 1 ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് മോഡൽ. 2 യൂണിറ്റ്സ് ഉണ്ട് നമുക്ക്. ഡിസ്ക്രീറ്റ് ഡിപെൻഡന്റ് വേരിയബിൾ മോഡലും അതുപോലെ തന്നെ സെൻസേർഡ് ട്രങ്കാറ്റഡ് റിഗ്രഷൻ മോഡലും. ഓക്കെ, അപ്പം ഇതില് എന്താണ് ഡിസ്ക്രീറ്റ് ഡിപെൻഡന്റ് വേരിയബിൾ മോഡൽ? ആ മോഡൽ ബൈനറി കാറ്റഗറിക്കൽ ഔട്ട്കംസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിപെൻഡന്റ് വേരിയബിൾ ഒബ്സർവേഷനും ലിമിറ്റഡ് ആൻഡ് സെൻസേർഡ് ഒബ്സർവേഷനും ഒക്കെ ഈ ബ്ലോക്കിൽ ഇൻക്ലൂഡ് ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് 2 ഡൈനാമിക് മോഡൽസ്. യൂണിറ്റ് 3 ഓട്ടോ റിഗ്രസീവ് AR മോഡൽസ്. ഓക്കെ, പിന്നെ യൂണിറ്റ് 4 ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽസ്. അപ്പൊ ഇതില് ഡിഫറെന്റ് മോഡൽസും അതിന്റെ ഔട്ട്കംസും ഒക്കെയാണ് ഈ ഒരു ബ്ലോക്കിന് കവർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ എസ്റ്റിമേഷൻ, ലോഗ് റൺ മൾട്ടിപ്ലയേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 3 സൈമിൾട്ടേനിയസ് ഇക്വേഷൻ സിസ്റ്റം. 3 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. യൂണിറ്റ് 5 എസ്റ്റിമേഷൻ ഓഫ് സിസ്റ്റം ഇക്വേഷൻ. യൂണിറ്റ് 6 ഇൻട്രൊഡക്ഷൻ ടു സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മോഡൽസ്. യൂണിറ്റ് 7 എസ്റ്റിമേഷൻ ഓഫ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മോഡൽ. അപ്പൊ ഇതില് എൻഡോജെനറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എസ്റ്റിമേഷന്റെ ചാലഞ്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ മെത്തേഡ്സ് ലൈക്ക് ടു സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ, അതുപോലെ 3 സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ, അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റുകളും ഇൻഡയറക്ട് ലീസ്റ്റ് സ്ക്വയേഴ്സ്, ഇങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ബ്ലോക്ക് 4 ടൈം സീരീസ് മോഡൽസ്. 4 യൂണിറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. സ്പെസിഫിക്കേഷൻ ഇഷ്യൂസ് ഓഫ് ടൈം സീരീസ് ഡാറ്റ മോഡൽസ് ഇൻ യൂണിറ്റ് 8. യൂണിറ്റ് 9 മോഡലിംഗ് യൂണിവാരിറ്റി ടൈം സീരീസ്. അതുപോലെ യൂണിറ്റ് 10 VAR മോഡൽസ്. ആൻഡ് ലാസ്റ്റ്ലി യൂണിറ്റ് 11 മോഡലിംഗ് വോളറ്റിലിറ്റി. ഓക്കെ, സോ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ് ലൈക്ക് നോൺ സ്റ്റേഷനാരിറ്റി, സ്പ്യൂരിയസ് റിഗ്രഷൻ, യൂണിറ്റ് റൂട്ട് ടെസ്റ്റ്, AR, MA, RMA, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഫോർകാസ്റ്റിംഗ്. ഓക്കെ, പിന്നെ വെക്ടർ ഓട്ടോ റിഗ്രഷൻ, VAR മോഡൽ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണം. ഓക്കെ, ഈ ബ്ലോക്ക് 5 ഫർദർ ടോപ്പിക്സ് ഇൻ എക്കണോമെട്രിക്സ്. യൂണിറ്റ് 12 ഇൻട്രൊഡക്ഷൻ ടു പാനൽ ഡാറ്റ മോഡൽസ്. യൂണിറ്റ് 13 ഡൈനാമിക് പാനൽ ഡാറ്റ അനാലിസിസ്. യൂണിറ്റ് 14 ഇൻട്രൊഡക്ഷൻ ടു GMM എസ്റ്റിമേഷൻ. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഫിക്സ്ഡ് എഫക്ട്സ്, റാൻഡം എഫക്ട്സ് മോഡൽസ് എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ക്രോസ് സെക്ഷൻ, ടൈം സീരീസ്. ഓക്കെ, GMM മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട്. GMM എസ്റ്റിമേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇൻ ഷോർട്ട് ഈ ഒരു കോഴ്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അഡ്വാൻസ്ഡ് ടൂൾ ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് മോഡൽ ഈ ഒരു പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഹോൾ MA സെക്കൻഡ് ഇയറിലെ ഹോൾ കോഴ്സസ്. ആ കോഴ്സസിൽ നമ്മൾ ബ്ലോക്ക് വൈസ് തിരിച്ചിട്ട് എന്തൊക്കെ യൂണിറ്റ്സ് ഉണ്ടെന്നും ആ യൂണിറ്റ്സിലെ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെയാണ് ഇപ്പൊ തന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഇയറിൽ TE എക്സാമിനേഷനെ കുറിച്ചും അസൈൻമെന്റിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് മാധവി മാമിനെ ക്ഷണിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിൽ എന്തൊക്കെയാണ് പറയാനുള്ളത്, പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെന്റർ ആയിട്ടുള്ള ഷെറിൻ മാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, നമ്മളൊരു പേപ്പർ എഴുതുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഓരോ പേപ്പറിന് ഓരോ അസൈൻമെന്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫസ്റ്റ് ഇയർ ചെയ്തതുപോലെ തന്നെയാണ്
ഒരു വ്യത്യാസം ഇവിടെ വരുന്നില്ല. ഓരോ പേപ്പറിനും ഓരോ അസൈൻമെന്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. 2 ടൈപ്പ് ഓഫ് അസൈൻമെന്റ്സ് ആണുള്ളത്. അല്ലെങ്കിൽ 2 രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പും ആയിരിക്കും. ഇത് ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിൽ ഒരു പ്രത്യേക സ്ട്രക്ചറിലായിരിക്കും. നിങ്ങളുടെ സ്റ്റഡി സെന്റർ പറയുന്ന ഒരു സ്ട്രക്ചറിലാണ് നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ ഒരു എക്നോളജ്മെന്റ് സ്ലിപ്പും നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അതത് സ്റ്റഡി സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇവിടുന്ന് അത് ഫിൽ ചെയ്ത് കൊണ്ടുപോവുക, വിൽ ഗിവ് ഇറ്റ് ടു യു ബാക്ക് അങ്ങനെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ അസൈൻമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഇതിന്റെ ഗ്രേഡ്സ് ആക്കിയിട്ട് നമ്മുടെ സൈറ്റിൽ അവര് അപ്ലോഡ് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ വർഷത്തിൽ 2 തവണയായിരിക്കും എക്സാം വരുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്ത് നമ്മളിപ്പോ ജൂണിലാണ് എക്സാം എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക മാർച്ച് ഏപ്രിൽ ടൈമിലായിരിക്കും. ഇനി ഡിസംബറിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അസൈൻമെന്റിന്റെ മിനിമം 40 to 45% മാർക്കാണ്. MA സ്റ്റുഡൻസ് ആയതുകൊണ്ട് കിപ്പിന്റെ 45% മാർക്ക്. നിങ്ങൾക്ക് അത്രയും മാക്സിമം മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ അസൈൻമെന്റ് നിങ്ങൾ പാസ്സായി എന്നാണ് അർത്ഥം. അസൈൻമെന്റ് ഇസ് ലൈക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. അപ്പൊ നിങ്ങൾ ഒരു തവണ അസൈൻമെന്റ് എഴുതി നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേപ്പറിന് ഇനി വീണ്ടും നിങ്ങൾ അസൈൻമെന്റ് എഴുതേണ്ടതായിട്ട് വരില്ല. ഓക്കെ, ഇനി അടുത്തത് ടെർമിനൽ എൻഡ് എക്സാമിനെ പറ്റിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വർഷത്തിൽ 2 തവണയാണ് എക്സാം നടത്തുന്നത്. 6 മാസം കൂടുമ്പോൾ ജൂണിൽ ഒരു എക്സാമും ഡിസംബറിൽ ഒരു എക്സാമും ആണ് നടക്കുന്നത്. നിങ്ങളുടെ അതത് കോഴ്സ് ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വെദർ യുവർ ഇയർ വൈസ് കോഴ്സ് ഓർ സെമസ്റ്റർ വൈസ് കോഴ്സ് എന്ത് തന്നെയായാലും നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു പാസ് മാർക്ക്, അതായത് ആ ഒരു എലിജിബിലിറ്റി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത് എക്സാമിനേഷന്റെ അനുബന്ധിച്ചിട്ടുള്ള രജിസ്ട്രേഷനും ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിന്റെ മുമ്പായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. എക്സാമിനേഷൻ അസൈൻമെന്റിന് പറഞ്ഞതുപോലെ തന്നെ മിനിമം ഒരു 40 to 45% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ പേപ്പറിനകത്ത് പാസ്സായി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇത്ര നമ്പർ ഓഫ് ഇയറിനുള്ളിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. ഇപ്പൊ MA കോഴ്സസ് ആവുമ്പോൾ 2 ഇയർ പ്രോഗ്രാം ആവുമ്പോൾ 4 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. അപ്പോ അതുപോലെ തന്നെ ഈ ഫൈനൽ ഗ്രേഡ് കാർഡിലുള്ള റിസൾട്ട് വരുന്നുണ്ടാവുക 30% നിങ്ങൾക്ക് ട്യൂട്ടർ മാർക്ക്ഡ് ആയിട്ടുള്ള അസൈൻമെന്റിൽ നിന്നും 70% നമ്മുടെ ടെർമിനൽ എൻഡ് എക്സാമിനേഷനിൽ നിന്നും ആയിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ ഗ്രേഡ് കാർഡ് റിലീസ് ചെയ്യുന്നുണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത് കോഴ്സ് കംപ്ലീഷൻ എന്നുള്ള രീതിയിൽ. പിന്നെ മോഡേൺ ടൂൾസ് ഫോർ ആൻ എൻഹാൻസ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് നമ്മുടെ ലേൺ വൈസിലെ കോർ ലേണിംഗ് റിസോഴ്സസ് എന്തൊക്കെയാണ്, ലേൺ വൈസിന്റെ സപ്പോർട്ട് എന്തൊക്കെയാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ റെക്കോർഡഡ് വീഡിയോസ് അല്ലെങ്കിൽ ലൈവ് ലെക്ചേഴ്സ് നോക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ലൈവ് റെക്കോർഡഡ് ലെക്ചേഴ്സ് എന്ന് പറയും. റെക്കോർഡഡ് വീഡിയോസ് നമുക്ക് ത്രൂ ഔട്ട് എല്ലാ ലേണേഴ്സിനും അവൈലബിൾ ആണ്. ലൈവ് വീഡിയോ ലെക്ചേഴ്സ് എന്ന് പറയുന്നത് മെന്റർഷിപ്പ് പ്രോഗ്രാമിലുള്ള ലേണേഴ്സിനാണ് നമ്മൾ സാധാരണ ലൈവ് സെഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുള്ളത്. പിന്നെ വാല്യൂ ആഡഡ് നോട്ട്സ്, അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ഡിവൈസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എൻക്രിപ്റ്റഡ് കോപ്പീസ് ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. വാല്യൂ ആഡഡ് നോട്ട്സ് അല്ലെങ്കിൽ HP എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ പോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിലേക്ക് മാറ്റിയിരിക്കുന്നതാണ്. പിന്നെ അതത് റിലീസ് ചെയ്യുന്ന അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യനും ആൻസറും നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആവും. മേക്ക് ഇറ്റ് ആസ് എ ഗൈഡ് ആൻഡ് റൈറ്റ് ദി ആൻസേഴ്സ് ആൻഡ് സബ്മിറ്റ് ഇറ്റ് ടു യുവർ റെസ്പെക്ടീവ് സ്റ്റഡി സെന്റേഴ്സ്. ഓക്കെ, പിന്നെ ഇതല്ലാതെ മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ എക്സാമിനോട് അനുബന്ധിച്ചിട്ട് ഇപ്പൊ ജൂൺ എക്സാം ആയിക്കോട്ടെ ഡിസംബർ എക്സാം ആയിക്കോട്ടെ അതിനോടനുബന്ധിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സെലക്ട് ചെയ്ത 1-2 പേപ്പറിൽ നമ്മൾ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യിപ്പിക്കാറുണ്ട് സൂം പ്ലാറ്റ്ഫോം വഴി. പിന്നെ എക്സാമിനോട് അനുബന്ധിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഹെൽപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇവിടെ അഡ്മിഷൻ ഡെസ്ക്, നിങ്ങൾക്ക് അഡ്മിഷൻ ഒക്കെ എടുത്ത് തന്നില്ലേ, അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ അല്ലെങ്കിൽ എക്സാം ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടീം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞതും പിന്നെ അതുപോലെ തന്നെ എല്ലാ കോ കരിക്കുലർ ഇവന്റ്സും നമ്മളിവിടെ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. ഓണം, വിഷു, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ, ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞത് ഇപ്പോൾ ഓണം സെലിബ്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് മാക്സിമം ആയിട്ട് എല്ലാവരെയും പാർട്ടിസിപ്പേഷനും നമ്മൾ മേക്ക് ഷുവർ ചെയ്യാറുണ്ട് ഇങ്ങനത്തെ സെഷൻസിനൊക്കെ. പിന്നെ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോർഷനിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള വളരെ എസ്റ്റീംഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ വിളിച്ചിട്ട് നമ്മൾ അങ്ങനെ ക്ലാസ്സസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്.
സോ ഇത്രയും കാര്യങ്ങളാണ് സിലബസ് ഡീകോഡിംഗ് സെഷനകത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്. സെക്കൻഡ് ഇയർ സിലബസ് ഡീകോഡിംഗിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഈ സെഷൻ ഫ്രൂട്ട്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഫർദർ ആയിട്ട് നിങ്ങൾക്ക് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്കലേറ്റഡ് ടു യുവർ മെന്റർ ഓർ LSEs ആരാണോ ഉള്ളത് അവരുടെ അടുത്ത് നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ താങ്ക് യു ഗൈസ് ഫോർ ജോയിനിങ്.